ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 26-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 26-ാം അധ്യായത്തിൽ വീണ്ടും 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാരെ രണ്ടാമത് അവരുടെ സംഖ്യ എടുക്കുവാൻ യഹോവയായ ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്. 1-ാം അധ്യായത്തിൽ ഒരു സംഖ്യ അന്ന് എടുത്തിരുന്നു. 6,3550 പേരാണ് അന്നുണ്ടായിരുന്നത്. അവരിൽ എല്ലാവരും യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി. കാരണം മരുഭൂമിയിൽ മോശയ്ക്കും യഹോവയ്ക്കും എതിരായിട്ട് അവർ അവിടെ പിറുപിറുക്കുകയും അവിശ്വാസ മുഖാന്തരവും ബാക്കി എല്ലാവരും മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോവുകയാണ് ചെയ്തത്. അവരുടെ സന്താനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ കണക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. അതനുസരിച്ച് മോശ ഇവിടെ ഇത് കണക്കെടുക്കുമ്പോൾ 6,173 പേരാണുള്ളത്. 13,000 പേരുടെ വ്യത്യാസം ഇപ്പോൾ രണ്ടാമത്തെ കണക്കെടുപ്പിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ആദ്യം കണക്കെടുക്കുമ്പോഴും ഇപ്പോൾ കണക്കെടുക്കുമ്പോഴും ലേവ്യ ഗോത്രത്തെ മാത്രം ഇവിടെ എണ്ണുന്നില്ല. കാരണം അവർ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കേണ്ടവരാണ്. അവരിൽ 1 മാസത്തിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ എണ്ണം നോക്കി, പക്ഷേ 23,000 പേരാണ്. അവരെ യുദ്ധത്തിന് അയക്കുകയില്ല. അവർ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ അവർക്ക് ഭൂമിയുടെ അവകാശമായി ഭൂമി നൽകുകയുമില്ല. മറ്റുള്ളവരുടെ ദശാംശം കൊണ്ട് അവർ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെതായ ഒരു നിയമം അവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വാഗ്ദത്ത നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ ഗോത്രത്തിലെയും ആളിൻ്റെ എണ്ണം അനുസരിച്ച് നറുക്കിട്ട് അവർക്ക് സ്ഥലം വീതിച്ചു കൊടുക്കണം. കൂടുതൽ സംഖ്യയുള്ളവർക്ക് കൂടുതൽ സ്ഥലവും, കുറവ് അംഗസംഖ്യയിൽ അവർ കുറവായിട്ടുള്ളവർക്ക് അതനുസരിച്ചുള്ള സ്ഥലവും അത് നറുക്കിട്ട് കൊടുക്കണമെന്നുള്ളതാണ്. എന്തിനാ നറുക്കിടുന്നത് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം അറിയാനാണ്. അത് യഹോവയായ ദൈവമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നറുക്കിടുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കും. അതനുസരിച്ച് അവർ ചെയ്യണം. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യൂദാ ശ്ലീഹ യേശുവിനെ ഒറ്റുകൊടുത്തു, യൂദോസ്കറിയോത്ത. അതിനുശേഷം മത്തിയാസിനെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. അവരും നറുക്കിട്ടാണ് എടുത്തത്. ജോസഫ് എന്ന പേരുള്ള ഒരാളും മത്തിയാസ് എന്ന പേരിൽ 2 പേരും വന്നു. മത്തിയാസ് നറുക്ക് വീണു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ എണ്ണി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ആ ഒരു രീതി മാറിയിട്ട് ജനാധിപത്യ രീതി വന്നിട്ട് ജനത്തിൻ്റെ ഭൂരിപക്ഷം അനുസരിച്ചാണ് ദൈവിക സ്ഥാനത്തേക്ക് പോലും ദൈവിക ശുശ്രൂഷയിലേക്ക് പോലും ആളുകളെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന രീതി വന്നിരിക്കുന്നത്. അത് ദൈവഹിതമല്ല, അത് ജനഹിതമാണ്. കാരണം സ്വാധീനമനുസരിച്ചും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ശുപാർശ അനുസരിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഉള്ളതായ തിരഞ്ഞെടുപ്പ്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഹിതം ആരും ആരായുന്നില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു ധ്യാനമോ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുന്നുള്ളതല്ലാതെ ദൈവഹിതം എന്തെന്ന് ആരും ആരാഞ്ഞറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച് നറുക്കിടുകയാണ് വേണ്ടത്. അവരെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ആ രീതി കംപ്ലീറ്റ് മാറി. കാരണം അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരാരും ഒരിക്കലും ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാറുമില്ല. കാരണം ജനത്തിൻ്റെ സ്വാധീനമനുസരിച്ച് പോകുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ഇവിടെ നമ്മൾ കാണുന്ന യഹോവയായ ദൈവം വീണ്ടും അവരെ കനാനിൽ പ്രവേശിക്കാനുള്ള സൗകര്യമുണ്ടാകാൻ കാദേശ് ബർണയിൽ കൊണ്ടുവരികയാണ്. ആദ്യം അവരെ കൊണ്ടുവന്നു. പക്ഷേ ആ ദേശം ഒറ്റുനോക്കി അതിൽ 2 പേര് മാത്രമേ വിശ്വസിച്ചുള്ളൂ. ആ യോശുവയും കാലേബും. ആദ്യം എടുത്ത ആ കണക്കെടുപ്പിലുണ്ടായിരുന്നവരിൽ ശേഷിച്ച 2 പേർ അവർ മാത്രമാണ്. ബാക്കി എല്ലാവരും മരിച്ചുപോയി.
വിശ്വാസം കൊണ്ട് അവരിപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ കണക്കെടുപ്പിലും യോശുവയും കാലേബും ഉൾപ്പെട്ടിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, എന്തിനാണ് ദൈവം അവരെ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നത്? കനാനിൽ പ്രവേശിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അവരുടെ ഭാഗത്ത് കുറവുകളും ബലഹീനതകളൊക്കെ വന്നിട്ടുണ്ട്, ദൈവം അവരെ ശിക്ഷിച്ചിട്ടുമുണ്ട് എന്ന് കണ്ട് ദൈവം അവരെ തള്ളിക്കളയുകയില്ല. അവരുടെ തലമുറകളെങ്കിലും കനാനിൽ പ്രവേശിച്ച് ദൈവഹിതം അനുസരിച്ച് അവിടെ ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം സ്നേഹത്തോടെ കാണുകയാണ്. നമ്മളും ഇതുപോലെ ദൈവഹിതത്തിന് വിരുദ്ധമായി പല കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മോട് ക്ഷമിച്ച് വീണ്ടും ദൈവരാജ്യ പ്രവേശനത്തിന് നമ്മൾ യോഗ്യരായി തീരുവാൻ നമ്മുടെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. ആദിമസഭയിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മാലാഖമാർ പറഞ്ഞല്ലോ, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പോയതുപോലെ വീണ്ടും വരും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവ് രണ്ടാമത് വരാഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലൊക്കെയും സംശയങ്ങൾ ഉണ്ടാവുകയും അവർ പത്രോസിനോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. പത്രോസിക പറയുന്ന ഒരു ഉത്തരമുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 8 വാക്യം വായിക്കുക, അല്ലെങ്കിൽ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം എന്തുകൊണ്ട് താമസിക്കുന്നുവെന്ന് പത്രോസിക പറയുന്നു. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവികമായ സ്നേഹം അത് വീണ്ടും വീണ്ടും ക്ഷമിക്കുകയും ജയജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം സാധ്യമാകാൻ വേണ്ടി ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ആ ക്ഷമയും സ്നേഹവും മനസ്സിലാക്കി നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്കിടയായിത്തീരണം. അല്ലാതെ നമുക്ക് കുറവുകളില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ പാപം ചെയ്യാത്തത് കൊണ്ടുമല്ല ദൈവം നമ്മെ ശിക്ഷിക്കാത്തത്. നമ്മുടെയൊക്കെ മാനസാന്തരമാണ് ദൈവം ഏറ്റവും കൂടുതൽ പ്രതി. പഴയ നിയമത്തിൽ അവർ ഉടൻ അന്നേരം ശിക്ഷയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ യേശു വെളിപ്പെടുത്തിയ ദൈവം ധൂർത്തപുത്രൻ്റെ പിതാവാണ്. ദീർഘക്ഷമയോടെ മകൻ്റെ രണ്ടാമത്തെ അവൻ്റെ മടങ്ങി വരികയും കാത്തിരിക്കുന്നവനായ ഒരു അപ്പൻ. ആ സ്നേഹം നമ്മൾ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവഗീതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാകണം. ഈ വേദപുസ്തക വായനകളൊക്കെ അതിൽ നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.